പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിൽക്കുന്നു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മാത്സിൻ്റെ ഐഡിയോളജി, മാത്സ് പറഞ്ഞ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അദ്ദേഹത്തിൻ്റെ ആ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എങ്ങനെ ഹിസ്റ്ററിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഐഡിയോളജിയാണ് ക്ലാസ് സ്ട്രഗിൾ. എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാലഘട്ടത്തിലും 2 ക്ലാസ് വീതം ഉണ്ടായിരിക്കും. അത് ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിലാണ് ബൂർഷ്വായ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും പ്രോലറ്റേറിയറ്റ്സ് എന്ന് പറയുന്ന തൊഴിലാളി വിഭാഗവും കടന്നു വരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ, ആ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസം നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീസിസ്, ആൻറ്റി തീസിസ്, ദെൻ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് സിന്തസിസ്. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു. കമ്മ്യൂണിസമാണ് അവിടുത്തെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് വരേണ്ടത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഐഡിയോളജി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നിരുന്നാലും ഐഡിയോളജിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു ഇതാണ് അദ്ദേഹത്തിൻ്റെ സർപ്ലസ് വാല്യൂ. എന്തുകൊണ്ടാണ് സർപ്ലസ് ഉണ്ടാവുന്നത്? സർപ്ലസ് ഉണ്ടായാൽ ആ സർപ്ലസിനെ ആർക്കാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സർപ്ലസ് വാല്യൂ ഉണ്ടാകുന്നതിൻ്റെ കാരണം തൊഴിലാളി കൂടുതലായിട്ട് അവൻ്റെ അധ്വാനം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ നിന്നാണ് സർപ്ലസ് വാല്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന വാല്യൂവിൻ്റെ മേജർ ഷെയറും തൊഴിലാളിക്ക് അവകാശപ്പെട്ടാണ്. കാരണം അവനാണ് പണിയെടുത്തത്. അപ്പോൾ അവിടെ മുതലാളി ഓൾറെഡി മുതൽ മുടക്കിയിട്ടുണ്ട്, അയാൾക്ക് അതിനുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊഴിലെടുക്കുന്ന വ്യക്തി എത്ര എഫേർട്ട് കൂടുതലായിട്ട് കമ്പനിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നോ ആ യൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ് പിന്നീട് ഉണ്ടാകുന്ന സർപ്ലസ് വാല്യൂ. അപ്പോൾ ആ സർപ്ലസിനെ പൂർണ്ണമായിട്ടും തൊഴിലാളിക്ക് വിട്ടുകൊടുക്കാനായിട്ട് ആര് തയ്യാറാവണം? മുതലാളി തയ്യാറാകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം. അതുകൊണ്ടാണ് സർപ്ലസ് വാല്യൂവിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അടുത്തൊരു ആശയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം എന്ന ആശയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഐഡിയയാണ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ്സ്. വർക്കിംഗ് ക്ലാസിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് അവർക്കായിരിക്കണം പൂർണ്ണ അധികാരം. കമ്പനിക്ക് എത്ര ലാഭം വരുന്നു, ലാഭം എവിടെയൊക്കെ ഡിവൈഡ് ചെയ്യണം, ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനം നടത്തി അത് കമ്പനിയുടെ പേരിൽ തന്നെ തൊഴിലാളികളുടെ നിയന്ത്രണത്തിൽ കമ്പനിയുടെ പുനർപ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന രീതിയാണ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്റേറിയറ്റ്സ്. ദെൻ പറയുന്നു വിത്തറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആവശ്യമില്ല. എന്തിനാണ് സ്റ്റേറ്റ് നമ്മളെ നിയന്ത്രിക്കാനും ആരിൽ നിന്നെങ്കിലും ചൂഷണം നേരിടുകയാണെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനുമാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ ആവശ്യം. ഇവിടെ എല്ലാം തൊഴിലാളികളുടെ കയ്യിലാണ്. തൊഴിലാളിയെ പീഡിപ്പിക്കില്ല, ചൂഷണം ചെയ്യില്ല. അപ്പം പിന്നെ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു കളയാം. എല്ലാ രാജ്യത്തുള്ള തൊഴിലാളികളും ആസ് എ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്ന രീതിയിൽ യുണൈറ്റ് ചെയ്യപ്പെടുക. അതാണ് ചിക്കാഗോയിലൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാനെന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം തൊഴിലാളി, എല്ലാ രാജ്യത്തെ തൊഴിലാളികളും തൊഴിലാളികൾ തന്നെയാണ്. അവന് ഉടമസ്ഥാവകാശം എവിടെ കിട്ടുന്നോ അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയം നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും, അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഗവൺമെൻറ്റായിട്ട് ഭരണം നടത്തുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അവർ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നില്ല. സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അംഗീകരിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടി ഇലക്ഷനിൽ മത്സരിക്കുന്നു, എന്നിട്ട് അധികാരം പിടിച്ചെടുക്കുന്നു, ആ അധികാരം ഉപയോഗപ്പെടുത്തി ഭരണം നടത്തുന്നു. അപ്പം യഥാർത്ഥ കമ്മ്യൂണിസം ഇല്ല ഇവിടെ എന്നല്ല, ലോകത്ത് ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസം ഇല്ല. കമ്മ്യൂണിസം 1991 സോവിയറ്റ് യൂണിയൻ, അതായത് USSR എന്ന് വിളിക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോട് കൂടിയിട്ട്
കമ്മ്യൂണിസം എന്ന ആശയം ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ശക്തിയായിരുന്നു USSR. USSRൽ ഏകദേശം 21ഓളം രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് USSR എന്ന് പറയുന്ന ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിയൻ ക്രിയേറ്റ് ചെയ്തതിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കമ്മ്യൂണിസം എന്ന ഈ മഹത്തായ ആശയത്തെ കൊണ്ടെത്തിക്കണം. പറയുമ്പോൾ പലപ്പോഴും പറയും ചൈനീസ് ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്, ക്യൂബയിൽ കമ്മ്യൂണിസമാണ്, നോർത്ത് കൊറിയയിൽ കമ്മ്യൂണിസമാണ്. ഇതൊക്കെ പറച്ചില് മാത്രമേ ശരിക്കും ഫലവത്തായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. ഈ ചൈനയിലായാലും ദക്ഷിണ നോർത്ത് കൊറിയയിലായാലും ഒക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധിപനാണ്, സെക്രട്ടറി ആയിരിക്കും ചിലപ്പോൾ ഭരണം നടത്തുന്നുണ്ടായിരിക്കുക. പിന്നെയും അല്പം കൂടി വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ക്യൂബയിലായിരിക്കും. പക്ഷെ ക്യൂബ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലഘട്ടം, ഏകദേശം 30-32 വർഷത്തോളം അമേരിക്ക ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ രാജ്യമാണ് ക്യൂബ. ക്യൂബയെ സംബന്ധിച്ചിടത്തോളം ക്യൂബ വളരെ കുഞ്ഞിതാണ്. കേരളത്തിൻ്റെ ടോട്ടൽ ജനസംഖ്യയുടെ പകുതിയിൽ മാത്രം വരുന്ന രാജ്യമാണ് ക്യൂബ. അപ്പോൾ ഇത്രയും ചെറിയൊരു രാജ്യം അമേരിക്ക പോലെ വലിയൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഇപ്പോൾ അവർ തമ്മിലുള്ള പിണക്കമൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഉപരോധം എടുത്തു കളഞ്ഞു, അമേരിക്ക ക്യൂബയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ. അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇപ്പോഴത്തെ പോപ്പാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം ക്യൂബയിൽ പോയി സന്ദർശനം നടത്തി, അമേരിക്കയിൽ പോയി സന്ദർശനം നടത്തി, രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ക്യൂബൻ വിപ്ലവ ചതുരത്തിൽ റെവല്യൂഷണറി സ്ക്വയറിൽ അദ്ദേഹം കുർബാന ചൊല്ലാനുള്ള സാഹചര്യം വരെ ഇപ്പം അടുത്ത് ക്യൂബയിൽ അദ്ദേഹം നേടിയെടുത്തു. അപ്പം അതൊക്കെ ചില ആളുകളുടെ നയതന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ കമ്മ്യൂണിസം ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന ആശയം, യഥാർത്ഥ ആശയം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു യഥാർത്ഥ സോഷ്യലിസം അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയം വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഭാവിയിൽ അത് സംഭവിക്കുമായിരിക്കാം. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഫാബിയൻ സോഷ്യലിസം എന്ന് പറയുന്ന സോഷ്യലിസത്തിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ. നമ്മളിപ്പോൾ ഉട്ടോപ്യൻ സോഷ്യലിസം കണ്ടു, ക്രിസ്ത്യൻ സോഷ്യലിസം കണ്ടു, അതിനുശേഷം കാൾ മാർക്സ് പറഞ്ഞ കമ്മ്യൂണിസം എന്ന സോഷ്യലിസം കണ്ടു, അല്ലെങ്കിൽ സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് വിളിക്കുന്ന മാർക്സിൻ്റെ തിയറി നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാബിയൻ സോഷ്യലിസമാണ്. ഫാബിയൻ സോഷ്യലിസം ഒരു പരിധി വരെ മാർക്സിൻ്റെ ഐഡിയോളജിയെ കൂട്ടുപിടിച്ച് അത് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സമൂഹമാണ്, പക്ഷെ പരാജയപ്പെട്ടു പോയ ഒരു സംഘടനയാണ്. അപ്പോൾ നമ്മളിനി നേരെ അതെന്താണെന്ന് കാണാനും അതെന്താണെന്ന് മനസ്സിലാക്കാനുമായിട്ട് പോവാം. The Social Democratic Federation, founded in 1881, propagated the doctrines of Karl Marx in England. ഇംഗ്ലണ്ടിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. They held meetings and worked for some sort of revolution. But the Marxian idea of overthrowing private control of wealth by a violent revolution never found much favor in Britain. Many of the great thinkers and writers of England were against violent revolution. One such group formed the Fabian Society in 1884 in London. അപ്പോൾ ഒരുപാട് മികച്ച റൈറ്റേഴ്സും ഒരുപാട് സോഷ്യൽ തിങ്കേഴ്സും ഈ സംഘടനയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഡെമോക്രാറ്റിക് ഫെഡറേഷൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം ആ സംഘടനയുടെ ആശയം നല്ലതാണെന്നും കാർൽ മാർക്സിൻ്റെ ആശയത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നത് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള മറുപടിയാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അവരതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിന്നത്. അതിൽ നിന്നൊരു ഗ്രൂപ്പാണ് ഫാബിയൻ സൊസൈറ്റി എന്ന പേരിൽ 1854 ലണ്ടനിൽ ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്ത് വരികയാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ തോമസ് ഡേവിഡ്സൺ. ഫാബിയൻ സൊസൈറ്റി തുടങ്ങിയത് തോമസ് ഡേവിഡ്സൺ.
സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ തുടങ്ങിയത് ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊരു കൂട്ടം ആളുകൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എ സ്കോട്ടിഷ് ഫിലോസഫർ, the declared goal of the society was the establishment of a democratic socialist state in Great Britain. ബ്രിട്ടനിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യൽ സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. The Fabians put their faith in evolutionary socialism rather than in revolution. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് റെവല്യൂഷനിലൂടെ, നേരിട്ടുള്ള അറ്റാക്കിലൂടെ മുതലാളിമാരിൽ നിന്നും തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങണമെന്നാണ്. പക്ഷെ ഫാബിയൻ സൊസൈറ്റി പറയുന്നു നമുക്ക് എവല്യൂഷൻ മതി, പരിണാമത്തിലൂടെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന്, അടുത്ത ഘട്ടത്തിൽ നിന്ന് അതിൻ്റെ പിറ്റത്തെ ഘട്ടത്തിലേക്ക് കടന്ന്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റാണ് ഫാബിയൻ സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. ദ നെയിം ഓഫ് ദി സൊസൈറ്റി derived from the Roman general Fabian Conquistator, whose patient and elusive tactics in avoiding pitched battles secured his ultimate victory over the stronger forces. അപ്പോൾ ഇവിടെ ഫാബിയസ് കൺക്വിസ്റ്റേറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ഫാബിയൻ സൊസൈറ്റി എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം റോമൻ ജനറൽ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന എല്ലാവരെയും അദ്ദേഹം നേരിട്ട് അറ്റാക്ക് ചെയ്യില്ല. ഇപ്പോൾ ഞാനുമായിട്ട് യുദ്ധം ചെയ്യാനൊരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ യുദ്ധം തിരിച്ച് പ്രഖ്യാപിച്ച് അവരുമായിട്ട് യുദ്ധം ചെയ്യില്ല. പകരം ഇദ്ദേഹം എന്ത് ചെയ്യും, വളരെ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തഞ്ചത്തിലൊക്കെ ഉള്ള തന്ത്രം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അതല്ലെങ്കിൽ അദ്ദേഹം നല്ല ക്ഷമ കാണിക്കും. ആരെങ്കിലും യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് പ്രകോപനവുമായിട്ട് വന്നാലും ആൾ നല്ല പേഷ്യൻസോട് കൂടിയിട്ട് നിലനിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, പലരും യുദ്ധം ചെയ്യാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൽ വീണുപോയിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നയതന്ത്രപരമായിട്ടുള്ള ടാക്ടിക്സ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് ഇങ്ങനൊരു സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് കാരണം. Its prominent members included George Bernard Shaw, H.G. Wells, Ramsay MacDonald, Sidney Webb and his wife Beatrice, Annie Besant, Edward Pease and Graham Wallas. Shaw, Webb and Beatrice were the outstanding leaders of the society for many years. In 1889, the society published the best-known tract, Fabian Essays in Socialism, edited by G.B. Shaw. It was followed in 1952 by New Fabian Essays, edited by Richard H.S. Crossman. അപ്പോൾ ബെർണാഡ് ഷായെ പോലെയുള്ള പ്ലെയറൈറ്റേഴ്സും അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരും, H.G. വെൽസിനെ പോലെയുള്ള മികച്ച റൈറ്റേഴ്സ്, റാംസേ മക്ഡൊണാൾഡ് അദ്ദേഹം ചരിത്രകാരൻ, അതുപോലെ തന്നെ സിഡ്നി വെബ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ബിയാട്രിസ്, ഇവരെല്ലാവരും പ്രശസ്തമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖല ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ തന്നെ ഈ ഫാബിയൻ സൊസൈറ്റിയുടെ മാർക്സിൻ്റെ ആശയം അതിനെ തന്നെ മാർക്സ് പറഞ്ഞ റെവല്യൂഷൻ മാറ്റിവെച്ചിട്ട് എവല്യൂഷനിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആവാനായിട്ട് താല്പര്യം കാണിച്ചു. അപ്പോൾ അവർ ഇറക്കിയ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് ഫാബിയൻ എസ്സൈസ് എന്ന് പറയുന്ന പുസ്തകം, ഇൻ സോഷ്യലിസം. അത് 1889 ഇറങ്ങി. അതിനുശേഷം 1952 ഒരു പുതിയ എസ്സേ ന്യൂ ഫാബിയൻ എസ്സൈസ് എന്ന പേരിൽ റിച്ചാർഡ് H.S. ക്രോസ്മാൻ വീണ്ടും ആ പുസ്തകത്തിൻ്റെ അടുത്ത പതിപ്പിറക്കി. The Fabians at first attempted to permeate the liberal and conservative parties with socialist ideas, but later they helped to organize the separate Labour Representation Committee, which became Labour Party in 1906. 1905 വരെ ഫാബിയൻ സൊസൈറ്റി എന്ത് ചെയ്തു,
കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട്, ലൈക്ക് കൺസർവേറ്റീവ് പാർട്ടി ആയാലും ലിബറൽ പാർട്ടി ആയാലും, ആരാണോ ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് അവർ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ 1906 ആയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഫാബിയൻ സൊസൈറ്റീനെ അല്ലെങ്കിൽ ലേബർ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് 1906 ലേബർ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. The Fabian Society had since been affiliated with the Labour Party. The principal activities of the society consist in the furtherance of its goal of socialism through the education of the public along socialist lines by means of meeting, lectures, discussion group, conferences and summer schools. It also carried out research into political, economical and social problems and published books, pamphlets and periodicals. അപ്പോൾ അതുവരെ ലേബർ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഈ പറയുന്ന ഫാബിയൻ സൊസൈറ്റി പിന്നീട് അവരുമായിട്ട് കൂടിച്ചേർന്ന് അഫിലിയേറ്റഡ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ചാവാനായിട്ട് തുടങ്ങി. ഒരുമിച്ചായപ്പോൾ ഉണ്ടായ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആശയം കൂടുതൽ ആൾക്കാരിലേക്ക് മീറ്റിങ്ങുകളിലൂടെ, ലെക്ചർ നോട്ടുകളിലൂടെ, ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ ചില പാംലെറ്റ്സിലൂടെ, അതുപോലെ തന്നെ പീരിയോഡിക്കൽസ് ഇറക്കിയിട്ട് അവരുടെ ആശയം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഠനത്തിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു ടോപ്പിക്കുണ്ട്, യൂട്ടിലിറ്റേറിയനിസം എന്നൊരു ടോപ്പിക്. അത് പലരും ചോദിച്ചിരുന്നു, സാർ ആ ടോപ്പിക്ക് ഇനി എടുക്കില്ലേ, വരില്ലേ, അതെന്തുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് ഇത്തിരി ഒന്ന് ലാഗായി പോയെന്നേ ഉള്ളൂ. നമ്മളത് ഓൾറെഡി എടുത്തതായിരുന്നു ആ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളത് വീണ്ടും എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്കതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് യൂട്ടിലിറ്റേറിയനിസമാണ്. Utilitarianism is one of the best known and most influential moral theories. Its core idea is that whether action are morally right or wrong depends on their effects. ഇവിടെ വളരെ കൃത്യമായിട്ട് യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറി എന്താണെന്ന് വളരെ സിമ്പിളായിട്ടുള്ള വാചകത്തിലാണെങ്കിൽ പോലും അത് പറയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു മോറൽ തിയറിയാണ്. മോറൽ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, സന്മാർഗികത എന്ന് വെച്ചാൽ നല്ലത് ശരി തെറ്റ് ഏതെന്നുള്ള തിരിച്ചറിവിനെയാണ് സന്മാർഗികത എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ശരി നിങ്ങൾക്ക് ശരിയായിക്കോളണം നിർബന്ധമില്ല. നാളെ എൻ്റെ ഒരു തെറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ശരിയായിരിക്കും. അത് ഡിപ്പെൻസാണ്, അതിനെ ആപേക്ഷികമാണ് എന്നാണ് പൊതുവെ പറയാറ്. കാരണം എല്ലാവർക്കും എല്ലാം എനിക്ക് തോന്നിയതുപോലെ തന്നെ നിങ്ങൾക്കും തോന്നിയിരിക്കണമെന്ന് എനിക്ക് അവകാശപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം എനിക്കത് പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടായിരിക്കും. മോർ സ്പെസിഫിക്കലി, ദ ഓൺലി ഇഫക്റ്റ് ഓഫ് ആക്ഷൻ ദാറ്റ് ആർ റെലവൻറ്റ് ആർ ദ ഗുഡ് ആൻഡ് ബാഡ് റിസൾട്ട് ദാറ്റ് ദേ പ്രൊഡ്യൂസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ശരി കണ്ടെത്താനായിട്ട് പറ്റുക? ഇപ്പോൾ ഞാൻ പറയാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രം കേട്ടോ മക്കളെ, നിങ്ങളത് വേറെ രീതിയിൽ എടുക്കരുത്. ഞാൻ പറയാണ്, അമ്മയെ ഒരവശ്യഘട്ടത്തിൽ തല്ലേണ്ടി വന്ന തല്ല, ഇത് ശരിയാണെന്ന് ഞാൻ പറയും. അമ്മയെ തല്ലുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയും. അപ്പോൾ ഇവിടെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? രണ്ടുപേരും പറയുന്നു, ഒരു കൂട്ടർ ശരി എന്ന് പറയുന്നു, ഒരു കൂട്ടർ തെറ്റ് എന്ന് പറയുന്നു. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയണ്ടേ? അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ റിസൾട്ട് നോക്കും. അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതിന് ചോദ്യം ചെയ്യാൻ ഒന്നെങ്കിൽ അച്ഛൻ വരും, അല്ലെങ്കിൽ മറ്റു മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാ അമ്മയെ തല്ലി എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കും. അതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷണ നടപടികൾ ലഭിക്കും. പിന്നെ ശാപം എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വലുതായിരിക്കും.
ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണോ കൂടുതൽ നല്ല ഇതാണ് അതിൻ്റെ റിസൾട്ട് കൂടുതൽ വരുന്നതെങ്കിൽ അത് നല്ലതാണ്. അതിൻ്റെ റിസൾട്ട് മോശമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അത് മോശമാണ്. ഇതാണ് യൂട്ടിലിറ്റേറിയൻസ്. പറഞ്ഞ ആശയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. മൊബൈൽ ഫോൺ അത്ര നല്ലൊരു ഐറ്റം അല്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ട്, അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിലേക്കൊരു ഫോൺ മാനിയക്കായി മാറുന്ന ഒരു യുവതലമുറ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കാം, കാരണം ദോഷങ്ങളുണ്ടല്ലോ കുറേ. പക്ഷെ അപ്പുറത്ത് നല്ല വശങ്ങളുണ്ട്. ഒരു അപകടാവസ്ഥയിൽ മറ്റൊരാളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്കിത് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ആശയവിനിമയത്തിന് ദൂരങ്ങളെ കവർ ചെയ്തു പോകാനായിട്ട് മൊബൈൽ ഫോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഏത് മേഖലയിലേക്ക് എടുത്താലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇന്ന് അത്രമേൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെക്നോളജിയിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ സിനാരിയോയിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റ പോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മളുടെയാണ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള വേറൊരു പ്രോഡക്റ്റ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞിടത്തോളം കൊണ്ട് ഒരു 5 പോയിൻ്റെങ്കിലും ഗുണമുള്ള പോയിൻ്റായി, ഗുഡായിട്ടുള്ള പോയിൻ്റായി. ബാഡായിട്ടുള്ളത് നമ്മളൊരു 3 പറഞ്ഞു. അപ്പോൾ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ? ഗുഡിനാണ് വെയിറ്റേജ് കൂടുതൽ, 5 നിൽക്കുന്നത്. ബാഡിൻ്റെ വെയിറ്റേജ് 3. 3 വലുത് എന്തായാലും 5 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂട്ടിലിറ്റേറിയനിസം തിയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഒരാവശ്യമാണ്, നല്ലതാണ് എന്നുള്ള ധാരണയിൽ എത്തേണ്ടി വരും. കാരണം അത് ഗുഡാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് ബാഡിനേക്കാൾ. അപ്പോൾ ആ ഗുഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യൂട്ടിലിറ്റേറിയൻസ് ബിലീവ്സ് ദാറ്റ് the purpose of morality is to make life better by increasing the amount of the pleasure and happiness in the world and decreasing the amount of pain and unhappiness. അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റേറിയൻസ് പറയാണ്, മൊറാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുകയും ഒരുപാട് പേരുടെ ദുഃഖത്തെ മറച്ചു വയ്ക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് പറയാം അതൊരു മോറൽ വാല്യൂ ആണ്. ഇപ്പം എനിക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യം അത് നിങ്ങൾക്ക് വിഷമമാണ്, അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടുകാർക്കും വിഷമമാണ്, ഇപ്പുറത്തെ വീട്ടുകാർക്കും വിഷമമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൊബൈൽ ടവർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് അവർ അതിന് വേണ്ടി കൊടുക്കുകയാണ്. അതിലെന്ത് മൊറാലിറ്റിക്ക് എന്ത് കുഴപ്പമാണുള്ളത്? എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, ഞാൻ പറയാണ് ഇവിടെ ഒരു മൊബൈൽ ടവർ വെച്ചോ, കുഴപ്പമില്ല. കാരണം എനിക്ക് കുറച്ച് പൈസ കിട്ടുന്ന പരിപാടിയാണ്. മൊബൈൽ കമ്പനി അവരുടെ ടവർ ആ ലൊക്കേഷനിൽ വെക്കുമ്പോൾ എനിക്ക് അവർ കുറച്ചധികം പൈസ തരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരുടെയും സ്ഥലത്ത് കയ്യേറിയിട്ട് ടവർ വെച്ചോളാനൊന്നും പറഞ്ഞിട്ടില്ലേ. എൻ്റെ ഭൂമിയിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ അവരോട് ടവർ വെച്ചോളാൻ പറഞ്ഞു, അതിന് എനിക്ക് അവർ പൈസ തന്നു. ഇവിടെ മൊറാലിറ്റിക്ക് വല്ല തെറ്റുണ്ടോ? എനിക്ക് നല്ല ഹാപ്പിനെസ് കിട്ടിയില്ലേ കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ? പക്ഷെ അവിടെ മൊറാലിറ്റിക്ക് ഒരു തെറ്റുണ്ട്. അതിന് ചുറ്റിലുള്ളവർക്ക് വരാൻ പോകുന്ന ദോഷം, ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ, കാരണം ഇത് റേഡിയേഷനാണ്. ഇതിങ്ങനെ തരംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക സോഴ്സ് മാത്രമാണ് നമ്മളീ പറയുന്ന ടവർ. അപ്പം അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും, വളരെ ഗുരുതരമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്ഥലം വിട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു അൺഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അൺഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മൊറാലിറ്റിക്ക് എതിരാണ്. ഇതാണ് യൂട്ടിലിറ്റേറിയൻസ്. ക്ലിയർ ആണല്ലോ? They reject moral codes or systems that consist of commands and taboos that are based on custom,
tradition, or orders given by leaders or supernatural beings. Instead, utilitarians think that what makes a majority be true or justifiable is its positive contribution to human beings. The basic idea of utilitarianism is the greatest happiness principle. Happiness is the only thing that human instincts value. Pleasure and freedom from pain are the only thing desirable as ends. All desirable things are desirable either for the pleasure inherent in themselves or as means to the promotion of pleasure and prevention of pain. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുന്നത് എന്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവരുടെ ദുഃഖം മറക്കാനുള്ളൊരു അവസ്ഥ കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനൊക്കെ സന്തോഷമാണ്. കാരണം ഒന്നും അറിയാത്തൊരു ലഹരിയിലേക്ക് അവർ വീണു പോവാണ്. പക്ഷെ അതിൻ്റെ പേരിൽ തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, സഹോദരി, ഇങ്ങനെ അവരുടെ ചുറ്റിലുമുള്ള ഒരുപാട് പേര്. അപ്പോൾ അവരുടെയൊക്കെ അൺഹാപ്പിനെസ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരമാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പറിൻ്റെ പ്ലഷറാണ് നമ്മുടെ വിഷയമെങ്കിൽ മയക്കുമരുന്ന് നല്ലതാവണ്ടേ? പക്ഷെ അവിടെ ഒരുപാട് പേരുടെ സങ്കടത്തിന് കൂടി അത് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതൊരു മൊറാലിറ്റി അല്ലാതാവുന്നു. അപ്പോൾ അത് നമ്മൾ രണ്ടും വേർതിരിച്ച് കാണാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും. വെദർ ആൻ ആക്ഷൻ ഈസ് മോറലി റൈറ്റ് ഓർ റോങ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ഇറ്റ്സ് കോൺസിക്വൻസസ്. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ശരിയോ തെറ്റോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് അളക്കുന്നത് അതിനെ തുടർന്നുണ്ടാകുന്ന അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നോക്കിയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷമങ്ങളും അയാളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളൊക്കെ മറക്കാൻ അയാൾ കണ്ടെത്തുന്ന ഫോർമുല. പക്ഷെ അത് ഒരു റിയാലിറ്റി അല്ല. കുറച്ച് സമയത്തേക്ക് ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു. ഉന്മാദത്തിൻ്റെ അലയടികൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ ഒരു ഇഫക്റ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു, ബാക്ക് ടു നോർമൽ ലൈഫാണ്. അപ്പോഴീ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പോയിട്ടില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് നോക്കിയിട്ട് വേണം ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയല്ല, എങ്കിലും ഞാനതിനെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാം. ചില സമയങ്ങളിൽ മേഴ്സിക്കില്ലി, ദയാവധം വലിയൊരു അനുഗ്രഹമാണ്. ചിലപ്പോഴെങ്കിലും 99% രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന ഒരാളെ വേദന തിന്നാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് രക്ഷിക്കാൻ പറ്റില്ല എന്നറിയാം. പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വേദന തിന്നാൻ വേണ്ടി മാത്രം ജീവച്ഛവമായിട്ട് കിടക്കേണ്ടി വരുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അയാളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയ ചിലപ്പോൾ അയാളെ കൊല്ലുക എന്നുള്ളതായിരിക്കും. ഒരാളെ കൊല്ലുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, 100% തെറ്റല്ലേ, അതിലൊന്നും ആലോചിക്കാനില്ല. പക്ഷെ ഇവിടെ അതിലൊരു ചെറിയ ശരിയുണ്ട്. ഇനിയും വേദന തിന്നാൻ അല്ലെങ്കിൽ വേദന അനുഭവിക്കാൻ അയാളെ വിട്ടുകൊടുക്കാതെ അയാളെ ശരിക്കും നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ശരിയുണ്ട്. ഒരു മറുവശം ചിന്തിക്കുമ്പോൾ അവിടെ വലിയൊരു തെറ്റുമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്താണോ സന്തോഷം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സങ്കടം എവിടെ ഇല്ലാണ്ടാവുന്നോ അതിനെയാണ് മോറലി റൈറ്റ് എന്ന് വിളിക്കേണ്ടത്. അതാണ് യൂട്ടിലിറ്റേറിയനിസം. An action is right if it brings about the best outcome of the choice available. Otherwise, it is wrong. The utilitarian philosophy advocated the promotion of the greatest happiness of the greatest number. ഞാൻ പറഞ്ഞ അതേ ആശയത്തിലേക്ക് തന്നെ വരികയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് സന്തോഷത്തിന് കാരണമാകുന്ന ഏതൊരു പ്രവൃത്തിയും അത് മോറലി റൈറ്റ് തന്നെയാണ്, അതിൽ വേറൊരു തർക്കമില്ല. English philosophers Jeremy Bentham and John Stuart Mill were the leading proponents of the utilitarianism. Bentham was a great liberal thinker of England. He was the founder of utilitarianism,
Fragments on Government 1776 and the Principles of the Morals and Legislation 1789 are his important works. അപ്പോൾ ജെറമി ബെന്തമും ജോൺ സ്റ്റുവർട്ട് മില്ലും, JS മിൽ എന്ന് വിളിക്കുന്ന വ്യക്തി തന്നെ, ഇവർ രണ്ടുപേരുമാണ് ഇംഗ്ലണ്ടിൽ യൂട്ടിലിറ്റേറിയനിസം തിയറിയുടെ പ്രധാന വക്താക്കളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം തിയറി നോക്കിയിട്ടായിരിക്കണം ഗവൺമെൻറ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കാൻ. ഇപ്പം അടുത്ത് നിങ്ങൾ EIA ബില്ല് കേട്ടിട്ടുണ്ടായിരിക്കും. ബില്ല് പാസ്സാവാതെ പുറത്തുപോയി. വാട്ട് എവർ ഇറ്റ് ഈസ്, എൻവിറോൺമെൻറ്റിന് അസസ്മെൻറ്റ് നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച്, എൻവിറോൺമെൻറ്റിന് വരാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച് നടത്തേണ്ട അസസ്മെൻറ്റ് ടെസ്റ്റ് ഒഴിവാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ബില്ലായിരുന്നു. ആ ബില്ലിന് നഖശകാന്തം എല്ലാവരും എതിർത്തു. ഇന്ത്യക്കാരൊട്ടടങ്കം എതിർത്തു. അതുകൊണ്ട് ആ ബില്ല് പാസ്സാവാതെ ഒഴിവായി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം ജെറമി ബെന്തം ഗവൺമെൻറ്റിനോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളൊരു പ്രവൃത്തി മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് ഒരുപാട് പേരുടെ സന്തോഷത്തിനും ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് പരിഹാരവുമായിരിക്കും. എന്നാൽ അത് റൈറ്റ്, ക്ലിയർ അല്ല. Are his important works, Bentham condemned monarchy and aristocracy and pronounced democracy to be the sole form of a rational government. As each man sought his own happiness, the government of the majority would necessarily pursue the interest and the happiness of the majority. ആളുകൾ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുക. പക്ഷെ ഗവൺമെൻറ് എപ്പോഴും ഒരു മെജോറിറ്റി, ആരാണോ കൂടുതലുള്ളത് ആ മെജോറിറ്റിക്ക് അനുസൃതമായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഗവൺമെൻറ് അവരുടെ ഓരോ പോളിസികളും നടപ്പിലാക്കാൻ. Man, according to Bentham, is a reasoning creature engaged in a constant pursuit of happiness. He held the view that humans were ruled by two sovereign masters, pleasure and pain. ബന്ധം കണ്ടുപിടിച്ച ഒരു വലിയ കാര്യമാണ്. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം അദ്ദേഹം പറയുന്നു, ഒന്ന് പ്ലഷറാണ്, മറ്റൊന്ന് പെയിനാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാൻ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, എൻ്റെ മക്കൾക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അതിനർത്ഥം എന്താ? എൻ്റെ ലക്ഷ്യം സന്തോഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സങ്കടങ്ങൾ വിഷമങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും, അത് ഏതു തന്നെ ആയാലും. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പ്ലഷറിനും പെയിനും മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Yet he also promulgated the principle of utility as the standard of right action on the part of government and individuals. Actions are approved when they are such as to promote happiness or pleasure, and disapproved of when they have a tendency to cause unhappiness or pain. ഒരു കാര്യം ചെയ്യുമ്പോൾ പ്ലഷർ ഉണ്ടാവുകയാണെങ്കിൽ അത് ചെയ്യണം. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു നടപടിയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൽ ആളുകൾക്ക് അൺഹാപ്പിനെസ് ഉണ്ടാവുന്നെങ്കിൽ, പെയിൻ ഉണ്ടാവുന്നെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുക. കാരണം ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ആണ് നമ്മുടെ ലക്ഷ്യം. അവിടെ പെയിൻ ഉണ്ടാവാനായിട്ട് പാടില്ലാത്തതാണ്. ആക്ഷൻസ് ദാറ്റ് ആർ wrong simply in virtue of their effect. Bentham gave great publicity to the slogan, the greatest happiness of the greatest number. He advocated parliamentary reforms. പാർലമെൻ്ററി റീഫോംസ് നടപ്പാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്ലഷർ ലഭിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് എന്ന് ജെറമി ബെന്തം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ജോൺ സ്റ്റുവർട്ട് മിൽ, son of James Mill, was the greatest champion of liberal ideas
he powerfully advocated the principles of Jeremy Bentham with certain modifications. On Liberty 1859 and Utilitarianism 1861 are his most popular works. At a very early age, Mill came under the great influence of Jeremy Bentham. ജെറമി ബെന്തമിൻ്റെ തിയറികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച വ്യക്തിയാണ് ജെ.എസ്. മില്ല്. അദ്ദേഹം കുട്ടിക്കാലം തൊട്ടേ ഈ തിയറിയിൽ ആകൃഷ്ടനാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ ഓൺ ലിബർട്ടിയും യൂട്ടിലിറ്റേറിയനിസവും രണ്ടും ഈ തിയറിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ അതിന് ചില ലിബറൽ തോട്ട്സ്, അതായത് ഇത്തിരി കൂടി വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തിരി കൂടി ഉദാരമായിട്ട് ചിന്തിക്കുന്ന തോട്ട്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് അദ്ദേഹം തിയറി മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. In 1823, he established the Utilitarian Society. He advocated reforms calculated to better largest number of people. According to J.S. Mill, the currents of the utilitarianism and individualism are blended. He strikes a comparison between self-interest and interest of others and calls upon the individual to be impartial between his own interest and the interest of others. Mill argued greatly for the personal liberty which would enable the individual to develop talents. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇൻഡിവിജ്വൽസിന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണം, പക്ഷേ അത് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിനെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇൻഡിവിജ്വലിന് സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രമേ അവനവൻ്റെ ടാലൻറ്റ് പൂർണ്ണമായിട്ടും പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ദ യൂട്ടിലിറ്റേറിയൻസ് ഒപ്പോസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ദ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്. ദേ സെഡ് ദാറ്റ് ദ പീപ്പിൾ ക്രിയേറ്റഡ് സ്റ്റേറ്റ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. ദേ were not prepared to accept the divine right concept of the state. The state is there because it is a useful institution. The basis of the functions and the rights of the state is maximum welfare of maximum number. Which function should or should not the state perform will be decided by the fact as to which functions guarantee the maximum welfare of the maximum number. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. ഒരു പ്രവർത്തനം നടപ്പിലാക്കുമ്പോൾ സ്റ്റേറ്റ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കണം സ്റ്റേറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഒരു ലിമിറ്റഡ് പേഴ്സണാലിറ്റീസിനോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു വെൽഫെയർ നടപടികളും സ്റ്റേറ്റ് നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. Though the amalgamation of the utilitarianism and individualism was never complete, yet the utilitarians leaned towards the individualism to a great extent. യൂട്ടിലിറ്റേറിയൻസ് എപ്പോഴും ഇൻഡിവിജ്വൽ ഫ്രീഡത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കാറുണ്ട്. കാരണം അവർ പറയുന്നു ഇൻഡിവിജ്വലിന് ഫ്രീഡം കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യം തരുമ്പോൾ അവിടെ മറ്റൊരുത്തൻ്റെ മൂക്ക് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈവീശൽ വേണ്ടാതെ വെക്കണം. കാരണം അത് അവൻ്റെ മൂക്കുമ്പോൾ കൊണ്ടാൽ അവനടിച്ചതിന് തുല്യമാണ്. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. എൻ്റെ ഫ്രീഡത്തിന് ഇപ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കണം, ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് സിഗരറ്റ് വലിക്കണം, എൻ്റെ ചുറ്റിൽ 10 പേര് നിൽക്കുന്നുണ്ട്. ഈ 10 പേർക്കും സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കാൻ ഇഷ്ടമല്ല. ഞാൻ പറയാണ് യൂട്ടിലിറ്റേറിയനിസം ഗ്രേറ്റസ്റ്റ് നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ആണിത്. ഞാൻ വലിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ശരിയല്ല. കാരണം ബാക്കിയുള്ള 10 പേരുടെയും സന്തോഷം ഞാൻ ഇല്ലാണ്ടാക്കുകയാണ്, അവർക്ക് പെയിൻ ഉണ്ടാക്കുകയാണ്. അപ്പം അത് നിർബന്ധമായിട്ടും മാറ്റേണ്ടതാണ്. It was so because John Stuart Mill was both utilitarian and individualist. In its early stage, the nature of the utilitarianism leaned towards the view that the society should be evaluated from the point of view of individual comfort. ഇൻഡിവിജ്വൽ കംഫർട്ടിൻ്റെ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും യൂട്ടിലിറ്റേറിയനിസം പറയാനായിട്ട് നമുക്ക് പറ്റില്ല. Besides, like individualists, the utilitarians were the supporters of private enterprise. ഇവരുടെ ഏറ്റവും വലിയ ആവശ്യവും അത് തന്നെയാണ്. പ്രൈവറ്റ് എൻ്റർപ്രൈസിന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഇവർ ഓരോരുത്തരും.
They argued that maximum welfare of the individual is possible only when in the economic field the individual is left free. It means that the state should have minimum interference in its function. അപ്പോൾ ഇവർ പറയാണ് ഇവിടെ സ്റ്റേറ്റ് സാധാരണക്കാരൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇടപെടരുത്, വളരെ ലിമിറ്റഡായി വളരെ കുറച്ച് മാത്രം ഇടപെടുക. കൂടുതൽ ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുത്താൽ മാത്രമേ ഇക്കണോമിക്കൽ ഗ്രോത്ത് ആർക്കുണ്ടാവുള്ളൂ, രാജ്യത്തിന് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. The theory of utilitarianism also was used as a tool for the colonialism and imperialism. The utilitarians stood for individualism and laissez-faire. According to them, the major function of the government are maintenance of law and order. Though utilitarianism put forward the popular slogan, maximum welfare of the maximum people, a major section of the society at that time did not come under the title people. Civil rights were denied to a large section of the society. Governments that time were representative of the bourgeois and capitalists. J.S. Mill, as an employee for the British East India Company from 1823 to 1858, he argued in support of what he called benevolent despotism with regard to the colonies. Mill justified with the British colonialization of India. ഇന്ത്യയിലെ ബ്രിട്ടൻ നടത്തിയ കൊളോണിയൽ ഇൻ്റർവെൻഷൻ വളരെ ശരിയായിരുന്നു, കൃത്യമായിരുന്നു എന്ന് വാദിക്കുന്ന വ്യക്തിയാണ് ജെ.എസ്. മില്ല് ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റേറിയൻസ്. കാരണം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറിയും ഫാബിയൻ സോഷ്യലിസവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഫാബിയൻ സോഷ്യലിസം മാർക്സിൻ്റെ ഐഡിയോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നാൽ റെവല്യൂഷനെ മാറ്റി എവല്യൂഷനിലൂടെ എങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസം നിലവിൽ വരുത്താമെന്ന് പഠിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫാബിയൻ സോഷ്യലിസം എന്ന് പറയുന്നത്. അവർ മാക്സിമം വിപ്ലവങ്ങളില്ലാതെ ഒരു ടാക്റ്റിക്കൽ മൂവിലൂടെ കമ്മ്യൂണിസം നിലവിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന വിഭാഗമാണ്. മറ്റൊന്ന് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന തിയറിയാണ്. യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് എന്തിലൂടെയാണോ ആ പ്രവൃത്തിയാണ് മോറൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോറലി റൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം ലഭ്യമാവുകയും ഏറ്റവും കുറവ് ആൾക്കാർക്ക് സങ്കടം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികൾ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ പറയാതെ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കൂടി കാണാനായിട്ട് ഗവൺമെൻറ്റിന് പറ്റണം എന്നുള്ളതാണ്. ജെറമി ബെന്തമാണ് ആദ്യമായിട്ട് യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറി ലോകത്തിന് മുൻപിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റേറിയൻ തിയറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതി. ഒന്ന് യൂട്ടിലിറ്റേറിയനിസം എന്ന പുസ്തകവും മറ്റൊന്ന് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽ ആൻഡ് ലെജിസ്ലേഷൻ എന്നൊരു പുസ്തകവും എഴുതി. അദ്ദേഹം അതിനുവേണ്ടി ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുത്തു. അദ്ദേഹം പറയുന്നു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ്, ഒന്ന് പെയിനും മറ്റൊന്ന് പ്ലഷറുമാണ്. അതിൽ പ്ലഷറിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, ഒപ്പം തന്നെ പെയിൻ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയനിസം തിയറി പ്രൊഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയാണ് ജെ.എസ്. മിൽ, ജോൺ സ്റ്റുവർട്ട് മിൽ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം ജെറമി ബെന്തമിൻ്റെ ഐഡിയയുമായിട്ട് വളരെ അറ്റാച്ച്ഡായി അതിൽ ആകൃഷ്ടനായിട്ട് ആ തിയറിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും യൂട്ടിലിറ്റേറിയനിസം എന്നൊരു പുസ്തകവും ഓൺ ലിബർട്ടി എന്ന മറ്റൊരു പുസ്തകവും എഴുതാൻ തയ്യാറായ വ്യക്തിയാണ്. പക്ഷേ ജെ.എസ്. മില്ല് ഒരു പരിധിവരെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ സപ്പോർട്ട് ചെയ്യുകയും ഇൻഡിവിജ്വൽസിന് ഫ്രീഡം വേണം എന്ന് വാദിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലൂടെയാണ് മാക്സിമം ഹാപ്പിനെസ് കണ്ടെത്താനും രാജ്യത്തിന് ഇക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് കൊളോണിയലിസത്തിലേക്കും ഇമ്പീരിയലിസത്തിലേക്കും വഴി തെളിച്ചു എന്നുള്ളതാണ് മറ്റൊരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഒപ്പം കൊറോണ വൈറസിനെതിരെ ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുക. താങ്ക് യു.